നമസ്കാരം. റോഡ് മുറിച്ചു കടക്കുമ്പോൾ ശ്രദ്ധിക്കണം. കുഞ്ഞുനാൾ മുതൽ നാം കേൾക്കുന്ന ഒരു ജാഗ്രതാ വാചകമാണിത്. ഗൾഫ് നാടുകളിൽ പ്രത്യേകിച്ചും റോഡ് മുറിച്ചു കടക്കുമ്പോൾ ഉണ്ടാകുന്ന അപകട നിരക്ക് കുറയ്ക്കാൻ വേണ്ടി ദുബായ് അടക്കമുള്ള എമിറേറ്റുകൾ ശക്തമായ നടപടികളാണ് സ്വീകരിക്കുന്നത്. ചെറിയ സർവീസ് റോഡുകളിൽ പോലും പോലീസുകാർ നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്. അനധികൃതമായി കാൽനട യാത്രക്കാർ ഇത്തരത്തിൽ റോഡ് മുറിച്ചു കടക്കുന്നതിലൂടെ വലിയ അപകടങ്ങൾ ഉണ്ടാക്കുന്നുവെന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഭീമമായ തുക തന്നെ പിഴയായി നൽകുന്നത്. ശ്രദ്ധിക്കുക, നമ്മുടെ പണവും നമ്മുടെ ജീവനും നമുക്ക് വിലപ്പെട്ടതാണ്. അറേബ്യൻ സ്റ്റോറീസിന്റെ പുത്തൻ അധ്യായത്തിലേക്ക് സ്വാഗതം. നെല്ലിശ്ശേരിക്കാരൻ ഫക്രുദ്ദീൻ കൈക്കരുത്തിൽ മികവ് തെളിയിക്കുന്ന ഒരു മലയാളി പ്രവാസിയാണ്. UAE അടക്കമുള്ള ദേശീയ തലത്തിൽ നടന്ന മത്സരങ്ങളിൽ പഞ്ചഗുസ്തി മത്സരങ്ങളിൽ ജേതാവായിട്ടുള്ള ഫക്രുദ്ദീന് UAE-യിൽ നിരവധി ജിമ്മുകളും സ്വന്തമായിട്ടുണ്ട്. ശാരീരികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ആത്മവിശ്വാസവും കൂട്ടാൻ പഞ്ചഗുസ്തിക്ക് കഴിയുമെന്നാണ് ഫക്രുദ്ദീന്റെ നിലപാട്. ഈ മലയാളിയുടെ കരുത്തിന്റെ കഥയാണ് അറേബ്യൻ സ്റ്റോറീസിൽ ആദ്യം. ഇതാണ് ഫക്രുദ്ദീൻ. ഉപജീവനത്തിന് വേണ്ടി കടൽ കടന്ന വെറുമൊരു പ്രവാസി മലയാളി മാത്രമല്ല ഫക്രുദ്ദീൻ. ഗുസ്തിക്കാരനാണ്. നല്ല 1-ാം നമ്പർ പഞ്ചഗുസ്തിക്കാരൻ. UAE-യിലെ ഗുസ്തി ചാമ്പ്യൻ. ഒരു തവണയല്ല, പല തവണ ചാമ്പ്യനായിട്ടുണ്ട് ഈ പ്രവാസി മലയാളി. UAE-യിൽ പങ്കെടുത്ത എല്ലാ മത്സരങ്ങളിലും ഫക്രുദ്ദീൻ ജേതാവാണ്. പഞ്ചഗുസ്തിയിലെ UAE-യിലെ കിരീടം വെച്ച രാജാവ് എന്ന് തന്നെ പറയാം. തികച്ചും യാദൃശ്ചികമായാണ് ഫക്രുദ്ദീൻ പഞ്ചഗുസ്തിയിലേക്ക് എത്തപ്പെട്ടത്. ആദ്യമായിട്ട് പഞ്ചഗുസ്തി ഞാൻ കാണുന്നത് തന്നെ എൻ്റെ നാട്ടിൻപുറങ്ങളിൽ ക്ലബ്ബുകളിൽ നടന്ന മത്സരത്തിൽ എൻ്റെ ജ്യേഷ്ഠൻ മജീദ് അവൻ്റെ പെർഫോമൻസ് കണ്ടാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഫീൽഡിൽ എനിക്ക് ആകർഷണം തോന്നിയത്. അതിനുശേഷം അവൻ തന്ന പ്രാക്ടീസും അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ അടുത്ത നാട്ടിലുള്ള എടപ്പാളിൽ പോയിട്ട് നമ്മളെ സൂപ്പർ അലിഖാൻ്റെ അടുത്ത് പോയി ജിമ്മിൽ ട്രെയിൻ ചെയ്തു. അവിടെ നിന്നാണ് ശേഷമാണ് എടപ്പാൾ ലൈഫ് ലൈൻ വന്നത്. അവിടെ നിന്ന് ഷാജുക്ക അതുപോലെ റഷീദ് ഖാനെ പരിചയപ്പെട്ടു. ഈ ഷാജുക്കയാണ് എന്നെ നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എനിക്കൊരു അവസരം തന്നത്. ഇന്ന് UAE-യിൽ വന്ന് ഈ 10 വർഷത്തോളം ഈ പഞ്ചഗുസ്തി മേഖലയിൽ തിളങ്ങി നിൽക്കുകയാണ്. അതിൻ്റെ പുറമെ ഇവിടെ തന്നെ വടംവലി മത്സരങ്ങളിലും പഞ്ചഗുസ്തി തന്നെ മെയിനായിട്ട് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ലാസ്റ്റ് നടന്ന മത്സരങ്ങളിൽ 3 ചാമ്പ്യൻഷിപ്പിലും ഫസ്റ്റ് നേടിയത് ഞാൻ തന്നെയാണ്. ഗുസ്തിയെക്കുറിച്ച് പറയുമ്പോൾ വാചാലനാകും ഫക്രുദ്ദീൻ. പഞ്ചഗുസ്തി കാണുമ്പോൾ നിസ്സാരമായി തോന്നാം, പക്ഷേ അതത്ര നിസ്സാരമല്ല. ശക്തി മാത്രമല്ല, ബുദ്ധിയും വേണം പഞ്ചഗുസ്തിക്ക്. ചിട്ടയായ ജീവിത രീതി വേണം. മെയിനായിട്ട് ഇതിനുള്ള ഫുഡുകൾ ഡെയിലി വർക്കൗട്ടിന് മുന്നായിട്ട് 10 എഗ് വൈറ്റ് കഴിക്കും. പിന്നെ അതിൽ കൂടെ 1 ലിറ്റർ മിൽക്ക് കഴിക്കും. പിന്നെ ബീഫാണ് മെയിനായിട്ട് പവർ കൂടാൻ വേണ്ടി കൂടുതൽ കഴിക്കാറ്. അതുപോലെ തന്നെ മട്ടനും. പിന്നെ വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം സെയിം 10 എഗ് വൈറ്റ് 1 ലിറ്റർ മിൽക്ക് സെയിം ബീഫ് അതുപോലെ കഴിക്കും. പിന്നെ 3 നേരമുള്ള ഫുഡ് മെയിനായിട്ട് നമുക്ക് ഒരു 6 നേരം 7 നേരമൊക്കെ ഫുഡ് ഒന്നിച്ച് കഴിക്കാറില്ല, കുറേശ്ശെ ചെയ്യാറാണ് കൂടുതൽ പതിവ്. പിന്നെ മെയിനായിട്ട് പയറുവർഗ്ഗങ്ങൾ, ഇലവർഗ്ഗങ്ങൾ പവർ കൂട്ടാനായിട്ട് ചെയ്യുന്ന കുറേ ഐറ്റംസുകൾ. മുൻകാലങ്ങളിൽ ആട്ടുംപാലായിട്ട് കൂടുതൽ കഴിച്ചിരുന്നു. ആട്ടുംപാൽ കുടിച്ചിരുന്നു. നല്ലതാണ്. ഒരു 4 ലിറ്ററോളം ആട്ടുംപാൽ കുടിച്ചിരുന്നു. അതുപോലെ തന്നെ കരൾ ചുട്ട് കഴിച്ചിരുന്നു പവർ കൂടാനായിട്ട്.
പിന്നെ കാട്ടുമുയൽ, ഉടുമ്പ് അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഒരുപാട് നല്ലോണം കഴിച്ചിരുന്നു ആദ്യകാലങ്ങളൊക്കെ. ഇപ്പോൾ ദുബായിൽ വന്നതിന് ശേഷം കുറച്ച് ബിസിയാണ്, ജോബും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലാണ്. എന്നിരുന്നാലും ഫുഡിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ല എന്ന് തന്നെ പറയാം. മറ്റുള്ളവരിൽ നിന്ന് കുറച്ച് വ്യത്യസ്തനാണ് ഫക്രുദ്ദീൻ. ഇടം കൈക്കാണ് കൂടുതൽ സ്വാധീനം. അന്താരാഷ്ട്ര തലത്തിൽ മാത്രമേ ഇടം കൈക്ക് വേണ്ടി പ്രത്യേകമായി മത്സരം സംഘടിപ്പിക്കുന്നുള്ളൂ. അതിനാൽ വലം കൈകൊണ്ട് മത്സരിക്കാൻ പ്രത്യേക പരിശീലനം നേടി. ഞങ്ങൾ കാലഘട്ടത്തിൽ ഇതിനുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് അംഗീകാരമില്ലാത്തതായിരുന്നു. ഇന്ന് സർക്കാർ അംഗീകാരം കൊടുത്ത് പല ആളുകൾക്കും ജോലിയും മറ്റും കിട്ടുന്നുണ്ട്. പക്ഷേ ഇന്ന് നാട്ടിൽ നടക്കുന്ന പല സംഭവങ്ങളും വളരെയധികം സങ്കടകരമായിട്ടുള്ള അനുഭവങ്ങളാണ് നടക്കുന്നത്. കാരണം വെച്ചാൽ 2 അസോസിയേഷനുകളായി 2 ആളും പിടിയും വലിയായിട്ട് നടക്കുന്ന ഒരു സാഹചര്യത്തിൽ അർഹതപ്പെട്ട ആളുകൾക്ക് ഇതിനുള്ള ജോലിയും കാര്യം കിട്ടാതെ പോകുന്നു. ഇത് എത്രയും പെട്ടെന്ന് അവർ 2 അസോസിയേഷൻ ഒന്നായിക്കൊണ്ട് ഇനി വരുന്ന താരങ്ങൾക്കെങ്കിലും നല്ല ഒരു ജോലി അവസരങ്ങൾ നിങ്ങൾ മേടിച്ചു കൊടുക്കണം. നാട്ടിൽ മത്സരിച്ച് ജയിച്ച ഫക്രുദ്ദീൻ UAE-യിലെത്തുമ്പോൾ പഞ്ചഗുസ്തിയുടെ നിയമങ്ങൾ വ്യത്യസ്തമാണ് എന്നറിഞ്ഞു. ഇപ്പോൾ ഓരോ രാജ്യത്തെയും നിയമങ്ങൾ അറിയാം ഫക്രുദ്ദീന്. പഞ്ചഗുസ്തി എന്ന് വെച്ചാൽ ഇവിടെ നാട്ടിലത്തെ റൂൾസ് പോലല്ല ദുബായിലെ റൂൾസ് എന്ന് വെച്ചാൽ തമ്പ് ഈ ആംഗിള് പുറത്ത് കാണിക്കണം എന്നാണ് UAE-യിലെ നിയമം. പക്ഷേ നാട്ടിൽ അങ്ങനെയല്ല. നാട്ടിൽ റൂൾസ് തമ്പ് ഉള്ളിൽ പിടിച്ചാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എൽബോ പൊക്കാൻ അലൗഡല്ല. മെയിനായിട്ട് ഞാൻ ചെയ്യുന്നത് ലെഫ്റ്റ് ഹാൻഡറാണ്. ലെഫ്റ്റ് ഹാൻഡ് മത്സരത്തിലാണ് പിന്നെ ഇതുവരെ ആരും പരാജയപ്പെടുത്തിയിട്ടില്ല. ദുബായ് പഞ്ചഗുസ്തിക്കാർക്ക് പറ്റിയ നഗരമാണ് എന്നാണ് ഫക്രുദ്ദീന്റെ അഭിപ്രായം. ഈ മേഖലയിലെ നിരവധി അന്താരാഷ്ട്ര താരങ്ങൾ ദുബായിലെത്തും. അവരെ കാണാനും സംസാരിക്കാനും അവസരം കിട്ടും. അന്താരാഷ്ട്ര മത്സരത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഫക്രുദ്ദീൻ. എൻ്റെ മെയിൻ ആഗ്രഹം വേൾഡ് മത്സരങ്ങളിൽ ഇന്ത്യ പ്രതിനിധീകരിച്ചുകൊണ്ട് മത്സരിക്കണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ഒരാഗ്രഹം. ഇൻഷാ അല്ലാഹ് എനിക്ക് സാധിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ്. UAE ബോഡി ബിൽഡിംഗ് ഫെഡറേഷൻ നടത്തിയ മത്സരങ്ങളിലും അതുപോലെ തന്നെ KMCC നടത്തിയ മത്സരങ്ങളിലും ക്ലബ്ബുകളിൽ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പോലത്തെ സംഘടന നടത്തിയ മത്സരങ്ങളൊക്കെ ഞാൻ തന്നെയായിരുന്നു ഫസ്റ്റ് ബെസ്റ്റ് അമൗണ്ട് അടിച്ചത്. ഇതുപോലെ നാട്ടിൽ നിന്നും ഇതുപോലെ 3 തവണ മിസ്റ്റർ ഇന്ത്യ ക്ലാസ് ഫസ്റ്റ് അടിച്ചിട്ടുണ്ട്. പൊന്നാനി MES കോളേജിലെ റെസ്ലിംഗ് 3 വർഷം ഫസ്റ്റായിരുന്നു. കേരള 4 തവണ ഫസ്റ്റ് അടിച്ചിട്ടുണ്ട് ഡിസ്ട്രിക്ട് ലെവലിൽ. ഒരുപാട് തവണ ഈ മേഖലയിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ എനിക്ക് സാധിച്ചു. ഇതെല്ലാം എൻ്റെ വീട്ടുകാർ, എൻ്റെ ഉമ്മ, ഉപ്പ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു അന്ന് കാര്യങ്ങളിലൊക്കെ. ജ്യേഷ്ഠന്മാരായാലും അനിയനാണെങ്കിലും സഹോദരന്മാർ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. നാട്ടിലെ എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ വളരെയധികം സപ്പോർട്ടായിരുന്നു. ഞാൻ ജിമ്മിന് പോയില്ലെങ്കിൽ അവർക്കായിരുന്നു കൂടുതൽ വിഷമം. കാരണം എന്ന് വെച്ചാൽ അവരുടെ മുന്നിൽ നമ്മളെന്നും പൊക്കി കാണിക്കുന്നതും എന്നെക്കുറിച്ച് അവർക്ക് പറയുന്നതും അവർക്ക് ഭയങ്കര താല്പര്യമുള്ളൊരു മേഖലയായിരുന്നു. എൻ്റെ അടുത്ത ഫ്രണ്ട് ഹൈദർ എൻ്റെ ഒരു ചെറിയൊരു അധ്യാപകനും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും കൂടിയാണ്. ഫക്രുദ്ദീൻ എന്ന് പറഞ്ഞാൽ ഫക്രുദ്ദീൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രൊഫഷണലി കമ്മിറ്റഡ് ആണ്. അത് മാത്രമല്ല വളരെ സോഷ്യലി കമ്മിറ്റഡ് കൂടിയാണ്. കാരണം എന്താ, ഞങ്ങളുടെ പ്രവാസി സൗഹൃദം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നെല്ലിശ്ശേരിക്കാരുടെ ഒരു പ്രവാസി കൂട്ടായ്മ ഉണ്ട് ഇവിടെ. അതിൻ്റെ എല്ലാ പരിപാടികളിലും ഞങ്ങളുടെ പ്രോഗ്രാം കോർഡിനേറ്ററാണ്. ഫക്രുദ്ദീനെ ഞങ്ങളൊരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഫക്രുദ്ദീൻ പിന്നെ ഞങ്ങളുടെ സംഘാടകരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ A to Z ചെയ്ത് എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യുക. അതുകൊണ്ട് തന്നെയാണ് ഫക്രുദ്ദീൻ്റെ ഈ വലിയ വിജയം ഞങ്ങളുടെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങൾ നെല്ലിശ്ശേരിക്കാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനേക്കാളും കൂടുതൽ സന്തോഷം ഞങ്ങൾക്കാണ്. ഞങ്ങളുടെ നാടിൻ്റെ ഒരു ഐക്കണാണ് ഫക്രുദ്ദീൻ. അപ്പോൾ അതുപോലെ തന്നെ ഇതേപോലെയുള്ള വലിയ വിജയങ്ങളിൽ ഞങ്ങൾക്ക് നാട്ടുകാർക്ക് വലിയ സന്തോഷമുണ്ട്, വലിയ അഭിമാനമുണ്ട്. I want to add Fakhruddin, he's my best friend. I know him for almost a few years back. I'm very proud of him. He's such a real championship, and we always watch him and we always support him. Myself and my friends, and we also his colleague in the gym. So we wish him always the best wishes, and he's our hero. എടപ്പാൾ നെല്ലിശ്ശേരി സ്വദേശിയാണ് ഫക്രുദ്ദീൻ. പഞ്ചഗുസ്തി മേഖലയിൽ കേരളത്തിന്റെ അഭിമാന താരമായി വളരുക എന്നതാണ് ഫക്രുദ്ദീന്റെ ലക്ഷ്യം.